Hi friends, once again welcome back to our channel Fights Garage of Perfection. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന കാറ്റലിറ്റി കൺവെർട്ടറാണ്. എന്താണ് കാറ്റലിറ്റി കൺവെർട്ടർ? സോ ഒരുവിധം എല്ലാവർക്കും അറിയാനുണ്ടാവും എന്താ കാറ്റലിറ്റി കൺവെർട്ടർ, എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ. ബട്ട് ഇന്ന് നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ അതിനൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോവാണ്. ഓക്കെ, സോ നമ്മൾ തമിഴിലെ കണ്ട പോലെ തന്നെ കാറ്റലിറ്റി കൺവെർട്ടർ. ഓക്കെ, വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, ദെൻ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, ഇതാണ് മെയിൻ പ്രശ്നം, പുക അല്ലെങ്കിൽ പൊല്യൂഷൻ. ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവനെ ഉപയോഗിക്കുന്നത്. സിംപ്ലി പറഞ്ഞാൽ എ കാറ്റലിറ്റി കൺവെർട്ടേഴ്സ് ഡിവൈസ് ഇൻസ്റ്റാൾഡ് ഇൻ എ വെഹിക്കിൾ എക്സോസ്റ്റ് സിസ്റ്റം. ഇറ്റ് കൺവേർട്ട് ഹാംഫുൾ ഗ്യാസസ് ഇൻ ടു ലെസ് ഹാംഫുൾ ഗ്യാസസ്. ഓക്കെ, അത്രയേ ഉള്ളൂ. എന്താ വെച്ചാൽ ഇംഗ്ലീഷൊന്നും പറയുന്നില്ല, സിമ്പിളായിട്ട് പറയുക. കാറ്റലിറ്റി കൺവെർട്ടർ നമ്മൾ എമിഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. ബട്ട് എങ്ങനെ എമിഷൻ കുറയ്ക്കുന്നത്? മൊത്തമായിട്ട് ഈ എന്താ പറയുക, കാർബൺ മോണോക്സൈഡ്, ഈ പൊല്യൂട്ടൻസ്, ഹൈഡ്രോ കാർബൺസ്, അങ്ങനത്തെ കുറച്ച് സം ടൈപ്സ് ഓഫ് എന്തുണ്ട് പൊല്യൂട്ടൻസ് ഉണ്ട്, നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, അതിൻ്റെ ഈ സംഭവങ്ങൾ മൊത്തമായിട്ട് ഇത് എന്താ പറയുക ഇല്ലാണ്ടാക്കുകയല്ല ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ജസ്റ്റ് പ്രിൻസിപ്പിളോട്ട് നോക്കാം. എന്താ വെച്ചാൽ ഈ കാറ്റലിറ്റി കൺവേർട്ടർ എന്ന് പറഞ്ഞാൽ ഹൈ ഹാംഫുൾ ആയിട്ടുള്ള ഗ്യാസസ് ഉണ്ട്. ഓക്കെ, ഈ കാർബൺ മോണോക്സൈഡ്, ഇതുപോലെ തന്നെ ഹൈഡ്രോ കാർബൺസ്, അതേപോലെ തന്നെ അതേപോലെ നൈട്രിക് ഓക്സൈഡ്സ്, അതേപോലെ തന്നെ അങ്ങനത്തെ എ ലിസ്റ്റ് ഓഫ് ഈ ഹൈ പൊല്യൂട്ടൻസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻവയോൺമെൻറ്റിന് ഭയങ്കര കേടാണ്. ഓക്കെ, നമ്മൾ കുഞ്ഞാകുമ്പം അല്ലെങ്കിൽ നമ്മൾ ചെറുതാകുമ്പം നമ്മൾ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസിനെ കുറിച്ച് പഠിച്ചു. ഹാംഫുള്ളായിട്ടുള്ള ഈ എക്സോസ്റ്റ് ഗ്യാസിനെ നമ്മൾ ഈ കമ്പഷൻ കഴിഞ്ഞിട്ട്, എൻജിനിൽ കമ്പഷൻ കഴിഞ്ഞിട്ട്, നമ്മളെ കഴിഞ്ഞ വീഡിയോ കണ്ടറിയാം, എൻജിനിലെ കമ്പഷൻ നടത്തിയിട്ടാണല്ലോ, മീൻസ് ഒരു പൊട്ടിത്തെറി നടത്തിയിട്ടാണ്. അപ്പം അതിനൊരു ബ്ലോബൈ ആയിട്ട് അല്ലെങ്കിൽ അതിനൊരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ക്രിയേറ്റ് ആവും? നമ്മുടെ ഈ എക്സോസ്റ്റ് ഗ്യാസ് ക്രിയേറ്റ് ആവും. ഓക്കെ, ഒരു കത്തിച്ചാൽ പുക വരില്ലേ? സോ അത്ര തന്നെ സിംപ്ലി പുക വരും. സോ അതിനെ ഒന്ന് റെഡ്യൂസ് ചെയ്തിട്ട് എന്താക്കാനാണ്? നമുക്ക് ലെസ് ഹാംഫുൾ ആക്കാനാണ്, അല്ലെങ്കിൽ പൊല്യൂഷൻ കുറയ്ക്കാൻ തന്നെയാണ്. പക്ഷേ ഇതിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഈ ഹാംഫുൾ ആയിട്ടുള്ള ഗ്യാസസ് ഉണ്ട്, ഇതിനെ ലെസ് ഹാംഫുൾ ആക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ കാർബൺ മോണോക്സൈഡില്ലേ, ഈ കാർബൺ മോണോക്സൈഡിനെ ഒരു ഓക്സിജനും കൂടിയും കൊടുത്തിട്ട്, അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡ് പറഞ്ഞാൽ CO ആണ് അതിൻ്റെ കെമിക്കൽ ഫോർമുല എന്ന് പറഞ്ഞാൽ. ഈ CO2 എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ്. എങ്ങനെയാണ് കാർബണും 2 ഓക്സിജനും കൂടിയോ കാർബൺ ഡൈ ഓക്സൈഡ് ആവുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ്. ദെൻ കാർബൺ മോണോക്സൈഡ് എന്ന് പറഞ്ഞാൽ, കാർബൺ മോണോ എന്ന് പറഞ്ഞാൽ ഒരു കാർബണും ഒരു ഓക്സിജനും. ഈ കാർബൺ മോണോക്സൈഡ് ഹൈലി ഹാംഫുൾ ടു അവർ എൻവയോൺമെൻറ്റ് ആൻഡ് അവർ ബോഡി. ഓക്കെ, കാർബൺ മോണോക്സൈഡൊക്കെ കുറച്ച് നേരം ഇരുന്ന് ശ്വസിച്ച് കഴിഞ്ഞാൽ ആൾ തട്ടിപ്പോവും, അത്രയേ ഉള്ളൂ. സോ അത്രയും ഹാംഫുള്ളാണ് ഈ കാർബൺ മോണോക്സൈഡൊക്കെ. കാർബൺ മോണോക്സൈഡ് മാത്രമല്ല, ഈ ഹൈഡ്രോ കാർബൺസ്, അതേപോലെ തന്നെ ഒരുപാട് ഈ കാർസിനോജനിക് ആണ്, മീൻസ് ക്യാൻസറിനെ വരെ ട്രിഗർ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് ഈ എക്സോസ്റ്റ് നിന്ന് പുറത്തോട്ട് വരുന്ന ഗ്യാസ്. സോ നമുക്ക് മെയിനായിട്ട് ഇതിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അതിന് നമ്മൾ എടുക്കുന്ന മെത്തേഡാണ് കാറ്റലിറ്റി കൺവെർട്ടർ മാത്രമല്ല, വേറെ DPF, ഡീസൽ പെർട്ടിക്കുലേറ്റഡ് ഫിൽറ്റർ, അതേപോലെ തന്നെ ഈ AdBlue യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന SCR എന്ന് പറഞ്ഞാൽ സെലക്റ്റീവ് കാറ്റലിറ്റിക് റിഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ്. അങ്ങനത്തെ ഒരുപാട് മെത്തേഡ്, നമുക്ക് മൾട്ടിപ്പിൾ മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഓട്ടോമൊബൈലിൽ. സോ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു കാറ്റലിസ്റ്റിൻ്റെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ഹൈ ഹാംഫുള്ളായിട്ടുള്ള നമ്മൾ എക്സോസ്റ്റ് ഗ്യാസിനെ ലെസ് ഹാംഫുള്ളാക്കും. നമ്മൾ പറഞ്ഞു കാർബൺ മോണോക്സൈഡ് ഹൈ ഡേഞ്ചറസ് ആണ്. സോ അതിനെ നമ്മൾ ലെസ് ഹാംഫുൾ ആക്കാൻ പോവുകയാണ്, എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് ആക്കാൻ പോവുകയാണ്. സോ ആ പ്രോസസ്സ് എങ്ങനെ നടക്കുന്നു, അതേപോലെ തന്നെ ഈ ഹൈ ഹാംഫുൾ ആയിട്ടുള്ള ഗ്യാസസിനൊക്കെ എങ്ങനെ ലെസ് ഹാംഫുൾ ആക്കുന്നു, എങ്ങനെ പൊല്യൂഷൻ കുറയ്ക്കുന്നു. ഓക്കെ, ഇതാണ് നമ്മൾ ഈ വീഡിയോയിൽ എൻ്റയർലി നോക്കാൻ പോകുന്നത്. സോ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയേക്കാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് യൂസ് നോക്കാം. യൂസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്നും കൂടെ നോക്കാം. ഓക്കെ, റെഡ്യൂസ് എയർ പൊല്യൂഷൻ. ഓക്കെ, എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ബൈക്കിലും കാറിലും അതേപോലെ തന്നെ ഈ എൻജിനും ഈ എക്സോസ്റ്റ് പൈപ്പുള്ള എല്ലാ ടൈപ്സ് ഓഫ് ഓട്ടോമൊബൈൽസിലും നമുക്ക് പൊല്യൂഷൻ എടുക്കണം. സോ അങ്ങനെ നമ്മൾ പൊല്യൂഷൻ എടുക്കാൻ പോകുമ്പോൾ ചെക്ക് ചെയ്യുന്ന സംഭവം തന്നെയാണ് പൊല്യൂഷൻ, അത്രയേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ എക്സോസ്റ്റിൽ നിന്ന് പുറത്ത് വരുന്ന ഇതേപോലത്തെ ഈ ഡേഞ്ചറസ് ആയിട്ടുള്ള ഗ്യാസിൻ്റെ അളവ് കൂടുതലാണോ എന്ന് മാത്രമേ അവിടെ നോക്കുന്നുള്ളൂ. സോ നമ്മൾ ആ സംഭവം കുറയ്ക്കുക. നമ്മളെ ഈ പുകയിൽ നിന്ന് വരുന്ന, ഈ സ്മോക്കിൽ നിന്ന് വരുന്ന ഈ ഹൈ ഹാംഫുള്ളായിട്ടുള്ള ഗ്യാസിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യുക. അതാണ് ഇതിൻ്റെ
ഒരു ഫംഗ്ഷൻ റെഡ്യൂസ് എയർ പൊല്യൂഷൻ, ദെൻ കൺട്രോൾ ഹാംഫുൾ എമിഷൻ. പറഞ്ഞ പോലെ തന്നെ ഹാംഫുൾ ആയിട്ടുള്ള എമിഷൻ, ഇതിൻ്റെ ഈ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്ര ഹാംഫുൾ ആയിട്ടുള്ള ഗ്യാസിൻ്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കുക, ലെസ് ഹാംഫുൾ ആക്കുക. ദെൻ നമ്മുടെ ലാസ്റ്റത്തെ ഹെൽപ്പ് ദ വെഹിക്കിൾ മീറ്റ് ദ എമിഷൻ സ്റ്റാൻഡേർഡ്സ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കേസ് എന്ന് വെച്ചാൽ നമ്മളവിടെ നമ്മളെ ഈ പുക പരിശോധനാ കേന്ദ്രത്തിൽ പോയിട്ട് നമ്മൾ പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പം ഈ ടെസ്റ്റ് ചെയ്യുമ്പം എന്തിൻ്റെ ബേസിലാണ് ഇവർ ഈ ചെക്ക് ചെയ്യുന്നത്? നമ്മൾ കേട്ടിട്ടുണ്ട് ഈ BS6 എന്ന്. ഓക്കെ, ഈ BS6 വെഹിക്കിളിൽ ഇഞ്ചക്ടേഴ്സാണ് ഇപ്പം വരുന്നത്, കാർബറേറ്റേഴ്സ് ഒന്നും വരുന്നില്ല. BS6 ആണ്, EFI ഇലക്ട്രോണിക് ഫ്യൂൽ ഇഞ്ചക്ഷൻ ആണ്, അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്താണ് ഈ BS6? ഓക്കെ, BS എന്ന് പറഞ്ഞാൽ ഭാരത് സ്റ്റേജ്. ഓക്കെ, ഇറ്റ്സ് എ സ്റ്റേജ് ഓഫ് ആൻ എമിഷൻ കൺട്രോളിങ്. ഇവരിങ്ങനെ സ്റ്റേജ് ആയിട്ട് ഇങ്ങനെ എമിഷൻ കൺട്രോളിങ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. ഓക്കെ, നമ്മുടെ ഗവൺമെൻറ്. സോ അപ്പം നമ്മളെ ഈ പുറത്ത് ഈ വേറെ എമിഷൻ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, അതേപോലെ തന്നെ നമ്മളെ ഇന്ത്യയിലുള്ളതാണ് ഈ ഭാരത് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇപ്പം BS6 നമ്മൾ നിൽക്കുന്നത്. സോ അപ്പം ഈ BS6 ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് ഇങ്ങനെ എമിഷൻ കൺട്രോളിങ് ഡിവൈസസ് കണ്ടുപിടിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നമ്മൾ എമിഷൻ കുറച്ചുകൊണ്ടേ വരുന്നുണ്ട്. ഈ പണ്ടത്തെ ഈ 2 സ്ട്രോക്ക് നമ്മളെ എൻജിൻസിൽ അല്ലെങ്കിൽ ബൈക്സിൽ അങ്ങനത്തെ ആ ടൈപ്പ് ഓഫ് 2 സ്ട്രോക്ക് എൻജിൻ യൂസ് ചെയ്യുന്ന ഈ ഓട്ടോമൊബൈലിൽ ഈ ചെറിയ അളവിൽ എന്ത് നടക്കും, നമ്മുടെ ഈ ഓയിലിൻ്റെ കമ്പഷൻ നടക്കും, ഓയിൽ കത്തും. അത് ഭയങ്കര ഹാംഫുള്ളാണ് ഈ ഓയിൽ കത്തുമ്പോൾ. സോ അപ്പം നമ്മൾ എൻജിൻ പണി ആയി കഴിഞ്ഞാൽ നമുക്ക് പൊല്യൂഷൻ കിട്ടത്തില്ല. അതിൻ്റെ മെയിൻ റീസൺ തന്നെ നമ്മളെ പിസ്റ്റൻ്റെ റിങ്സും അതുപോലെ സിലിണ്ടർ വാളും ഈ ഒവാലിറ്റിയും അതേപോലെ ടാപ്പ് ഓൺനെസ് എന്ന് പറഞ്ഞ 2 കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷൻ നടന്നിട്ട് ഈ നമ്മുടെ പിസ്റ്റൻ്റെ മുകളിലോട്ട് കമ്പഷൻ ചേമ്പറിലോട്ട് ഓയിലെത്തും, എന്നിട്ട് ഓയിൽ കത്തും. ഈ ഫുള്ളി ബേൺഡ് ആയിരിക്കുമല്ലോ ഈ ഓയിൽ. ഈ ഫുള്ളി ബേൺഡ് അല്ലാതെ ഈ ഒരു മീഡിയംലി ബേൺഡ് ആയിട്ടുള്ള സംഭവം അല്ലെങ്കിൽ ഒരു പകുതി കത്തിയ സംഭവം ഈ പുകഞ്ഞു വരുമല്ലേ. സോ ആ സംഭവത്തിൽ നിന്നാണ് മെയിനായിട്ട് ഇത്ര ഈ ഹൈ പൊല്യൂഷൻ ആയിട്ടുള്ള ഈ ഗ്യാസ് പ്രൊഡ്യൂസ് ആവുന്നത് എന്ന് പറഞ്ഞാൽ അൺബേൺഡ് ആയിട്ടുള്ള ഫുള്ളി ബേൺഡ് അല്ലാത്ത. ഓക്കെ, അതൊക്കെ പോട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ഇതാണ് പൊല്യൂഷൻ സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്, മീൻസ് ഈ കാറ്റലിറ്റിക് കൺവെർട്ടർ യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ നമ്മൾ ഇപ്പം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് E20. ഓക്കെ, എത്തനോൾ 20. ഈ എത്തനോൾ യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്കില്ലേ ഈ പെട്രോളിനെ 20% പെട്രോളിനാണല്ലോ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത്. സോ ഇങ്ങനെ റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊരു കാര്യം കിട്ടും? നമുക്ക് 20% പെട്രോൾ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ 20% പൊല്യൂഷൻ കുറയ്ക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. സോ ഞാൻ ഇവിടെ ഒരിക്കലും E20 അല്ലെങ്കിൽ എത്തനോൾ പെട്രോളിൽ മിക്സ് ചെയ്യുന്ന ഈ ഫ്ലെക്സ് ഫ്യൂവൽ ഒരിക്കലും നമ്മൾ ഏറ്റവും അടിപൊളിയാണെന്നോ അല്ലെങ്കിൽ അത് നല്ലതാണെന്നോ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇപ്പോൾ പറയുന്നത്. സോ അതിനെക്കാട്ടും നല്ല ആൾട്ടർനേറ്റീവ്സ് ഉണ്ട്. നമ്മൾ EV ഇലക്ട്രിക് വെഹിക്കിൾ, അതേപോലെ തന്നെ CNG ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചാൽ. സോ അതിന് ഈ ഫ്ലെക്സ് ഫ്യൂവലിൻ്റെ കാര്യം പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ വേറെ വീഡിയോ ചെയ്യാവുന്നതാണ്. സോ ഇത്രയേ ഉള്ളൂ. ഈ പൊല്യൂഷൻ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുക, അതൊരു ഫംഗ്ഷൻ. ദെൻ വി ക്യാൻ മൂവ് ടു മെയിൻ പാർട്സ് ഓഫ് കാറ്റലിറ്റിക് കൺവെർട്ടർ. ഓക്കെ, നമ്മളെ കാറ്റിൻ്റെ മെയിൻ പാർട്സ് എന്ന് പറഞ്ഞാൽ ഈ പുറത്തുള്ള ഔട്ടർ ഷെല്ലുണ്ടല്ലോ, ഒരു മെറ്റൽ സ്ട്രക്ചറാണ് നമ്മൾ കാണുന്നത്. പുറത്ത് കാണുന്ന ഇരുമ്പിൻ്റെ ഒരു ചട്ടക്കൂട് പോലത്തെ ഒരു സംഭവം, സിംപ്ലി പറഞ്ഞാൽ. മെയിനായിട്ട് കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്റ്റ് ചെയ്യുക. നമ്മൾ അകത്തുള്ള ഇൻറ്റേർണൽ പാർട്സിനുള്ള നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യും ഈ ഔട്ടർ ഷെൽ യൂസ് ചെയ്തിട്ട്. ഓക്കെ, അത്രയേ ഉള്ളൂ അതിൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. പിന്നെ അകത്തുള്ള സാധനങ്ങളൊക്കെ ഹോൾഡ് ചെയ്ത് പിടിക്കുക. ദെൻ സബ്സ്ട്രേറ്റ് ഓർ ഹണികോം സ്ട്രക്ചർ. ഓക്കെ, ഇത് വേറൊന്നുമില്ല, നിങ്ങൾ ആ സെൻറ്ററിൽ കാണുന്ന സംഭവമില്ലേ, ആ ഒരു യെല്ലോയിഷ് സാധനം, അതാണ് നമ്മളെ ഈ തേനീച്ചക്കൂടൊക്കെ പോലെ ആ ഒരു ഷേപ്പിൽ നിൽക്കുന്ന സംഭവം. അതാണ് ഈ ഹണികോം അല്ലെങ്കിൽ വാഷ്കോട്ട്. രണ്ടും ഒന്നല്ല, രണ്ടും വേറെ വേറെയാണ്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി സർഫേസ് ഏരിയ കൊടുക്കും. എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഈ ഹൈ പൊല്യൂട്ടൻ്റ് ആയിട്ടുള്ള ഗ്യാസിനെ ലെസ് പൊല്യൂട്ടൻ്റ് ആക്കുമ്പോൾ സർഫേസ് ഏരിയ കൂട്ടും എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പരിപാടി നടക്കാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് ഈ കെമിക്കൽ റിയാക്ഷൻ നടക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്ക് ഈ അടുത്ത പാർട്ടിലോട്ട് പോകുമ്പോൾ നമുക്കൊന്നുകൂടി സിമ്പിളായിട്ട് മനസ്സിലാവും. പാർട്ട് 3 ആണ് കാറ്റലിസ്റ്റ് മെറ്റീരിയൽസ്. ഇതാണ് ഇതിൽ മെയിനായിട്ടുള്ള സംഭവം. ഓക്കെ, ഈ കാറ്റലിസ്റ്റ് മെറ്റീരിയൽ എന്താ നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ കാറ്റലിറ്റിക് കൺവെർട്ടറിൻ്റെ ഹൃദയം അല്ലെങ്കിൽ ഇത് മെയിൻ പാർട്ട് എന്ന് പറയാൻ പറ്റുന്ന സംഭവമാണ് ഈ കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, മെയിനായിട്ട് യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്ലാറ്റിനം, പലേഡിയം, റോഡിയം. ഓക്കെ, ഈ 3 എണ്ണം ഏതൊക്കെയാണ്? ഇത് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഓട്ടോമൊബൈലൊക്കെ പഠിക്കുന്ന ആളാണെങ്കിൽ ഇത് റിക്കറൻ്റായിട്ട് പല ക്വസ്റ്റ്യൻസിലും കാണാറുണ്ട്, പല ക്വസ്റ്റ്യൻസായിട്ടും കാണാറുണ്ട്. വിച്ച് ആർ ദ മെയിൻ കാറ്റലിസ്റ്റ് യൂസ് ഇൻ ആൻഡ് കാറ്റലിറ്റിക് കൺവെർട്ടർ ഇൻ ഓട്ടോമൊബൈൽ എന്ന് പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്. സിമ്പിളാണ്, പ്ലാറ്റിനം, പലേഡിയം, റോഡിയം.
ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ഈ ഹൈ ഹാംഫുൾ ആയിട്ടുള്ള ഗ്യാസിനെ ലെസ് ഹാംഫുൾ ആക്കും. അപ്പം ഞാൻ ഒരുപാട് നേരമായി പറയുന്നത് ഈ ഹൈ ഹാംഫുൾ ആയിട്ടുള്ള ലെസ് ഹാംഫുൾ, ഹൈ ഹാംഫുൾ ലെസ് ഹാംഫുൾ എന്ന് പറഞ്ഞാൽ ഹൈ ഹാംഫുൾ ആയിട്ടുള്ള ഗ്യാസിനെ ലെസ് ഹാംഫുൾ ആക്കാന്ന്. അതെങ്ങനെയാണ് നടക്കുന്നത്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞു കാർബൺ മോണോക്സൈഡ് നമ്മളെ ഈ എക്സോസ്റ്റ് ഗ്യാസിൻ്റെ ഇൻലെറ്റ് കൂടെ വരും. മീൻസ് നമ്മളെ കാറ്റലിസ്റ്റ് കൺവേർട്ടറിൻ്റെ ഇൻലെറ്റ് കൂടെ കയറും. ഓക്കെ, അപ്പോൾ നമ്മളെ ഈ കാറ്റലിസ്റ്റ് എന്ത് ചെയ്യും, കുറച്ച് ഓക്സിജനെ അതിലേക്ക് കൊടുക്കും. ഓക്കെ, കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഈ റിയാക്ഷൻ നടക്കും അതിൻ്റെ അകത്ത്. ഈ കാർബൺ മോണോക്സൈഡ് പെട്ടെന്ന് കാർബൺ ഡൈ ഓക്സൈഡായിട്ട് മാറും. എന്തിൻ്റെ സഹായം കൊണ്ട്? ഈ പ്ലാറ്റിനം, പലേഡിയം, റോഡിയം, ഈ 3 എണ്ണം. ഇതിൽ ചിലപ്പം ഏതെങ്കിലും 1, ഏതെങ്കിലും 2 അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. ഇത് 3ഉം ഭയങ്കര ഈ എന്തായിട്ടുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള മെറ്റീരിയൽസാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരുപാട് ക്വാണ്ടിറ്റി ഓഫ് പ്ലാറ്റിനം, പലേഡിയം, റോഡിയം ഒന്നും യൂസ് ചെയ്യത്തില്ല, പക്ഷെ കുറച്ച് യൂസ് ചെയ്യും. സോ ഇത് പെട്ടെന്ന് എന്ത് ചെയ്യും, കെമിക്കൽ റിയാക്ഷൻ കൂട്ടും. സിംപ്ലി പറഞ്ഞാൽ ഒരു കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കെമിക്കൽ റിയാക്ഷനെ എന്ത് ചെയ്യുന്ന സ്പീഡ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നൊരു സംഭവമാണ് നമ്മളെ കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ. സോ നമ്മളെ കാറ്റലിസ്റ്റ് കൺവേർട്ടർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ നമ്മളെ ഈ കെമിക്കൽ റിയാക്ഷൻ അത് ഇൻക്രീസ് ചെയ്യുക, അതിൻ്റെ സ്പീഡ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യുക ചെയ്യുന്നത് ഒരു കാറ്റലിസ്റ്റ് യൂസ് ചെയ്തിട്ട്. ഓക്കെ, അത്രയേ ഉള്ളൂ. അതാണ് ഇതിൻ്റെ മെയിൻ ജനറൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പം ഈ കാറ്റലിസ്റ്റാണ് യൂസ് ചെയ്യുന്നത് നമ്മളെ ഈ ലെസ് ഹാംഫുൾ ആയിട്ടുള്ള ഗ്യാസിനെ ഹൈ ഹാംഫുൾ ആയിട്ടുള്ള ഗ്യാസിനെ ലെസ് ഹാംഫുൾ ആക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്ന് പറഞ്ഞാൽ കെമിക്കൽ റിയാക്ഷൻ പെട്ടെന്ന് നടത്തും. ഈ കാറ്റലിസ്റ്റ് കൺവേർട്ടറിൻ്റെ അകത്തോട്ട് കയറിയുമ്പോൾ നമ്മളെ ഈ കാർബൺ മോണോക്സൈഡ് പെട്ടെന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ആവും. അതേപോലെ തന്നെ ഈ നൈട്രിക് ഓക്സൈഡ് ഗ്യാസസ് ഒക്കെ നൈട്രജനും ഓക്സിജനും ആയിട്ട് മാറും. ഓക്കെ, അത്ര ചിന്തിച്ചാൽ മതി. നമുക്കിനി അടുത്ത ഭാഗത്തോട്ട് പോകാം, അടുത്ത പാർട്ടിലോട്ട് പോകാം. നമ്മുടെ നെക്സ്റ്റ് പാർട്ടാണ് ഹീറ്റ് ഷീൽഡ്. ഹീറ്റ് ഷീൽഡ് എന്തിനാന്ന് വെച്ചാൽ നമ്മളെ ഈ എക്സോസ്റ്റ് അല്ലെങ്കിൽ നമ്മളെ ഈ കാറ്റലിസ്റ്റ് കൺവേർട്ടർ നല്ല ചൂടാവുമല്ലോ. ഈ എക്സോസ്റ്റ് പാർട്ടിൻ്റെ ആണല്ലോ, ഈ എക്സോസ്റ്റിൻ്റെ ഒരു പാർട്ടാണല്ലോ ഇത്. സോ ആ ഹീറ്റാവുന്നത് തടയാൻ വേണ്ടിയിട്ട്, മീൻസ് ഈ കാറ്റലിസ്റ്റ് കൺവേർട്ടറിൻ്റെ മുകളിലുള്ള ഈ ഹീറ്റിന് ഷീൽഡായിട്ട് പ്രവർത്തിക്കുക. അത് നമ്മൾ കാറിൻ്റെ ബാക്കിയുള്ള പാർട്സിലും പോയി ടച്ച് ചെയ്തിട്ട് എന്താ വരുത്, അതിന് ഡാമേജ് പറ്റരുത്. ചിലപ്പോൾ ഫൈബർ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പാർട്സ് ഒക്കെ ഉണ്ടാവും. സോ അതിന് ഡാമേജ് പറ്റരുത്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഹീറ്റ് ഷീൽഡ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് O2 സെൻസറാണ്. O2 സെൻസർ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ സെൻസർ. നമ്മളെ ഈ എക്സോസ്റ്റിൽ നിന്ന് വരുന്ന ഗ്യാസിൽ എത്ര ഓക്സിജൻ കണ്ടൻറ് ഉണ്ടെന്ന് നോക്കുന്ന ഈ പുള്ളിക്കാരനാണ് ആര്, O2 സെൻസറാണ്. സോ O2 സെൻസറിൻ്റെ വേറൊരു പേരാണ് ലാംഡ സെൻസർ. ഓക്കെ, അത് ഓർത്തിരിക്കണം. ലാംഡ സെൻസർ ഏതെന്ന് വെച്ചാൽ പെട്ടെന്ന് അറിയില്ല എന്ന് പറയരുത്. ഓക്കെ, ലാംഡ സെൻസർ. ദെൻ ഇത് നോക്കുന്നതെന്ന് വെച്ചാൽ ഈ എഫിഷ്യൻസി ചെക്ക് ചെയ്യാനാണ് ഈ കാറ്റലിസ്റ്റ് കൺവേർട്ടറിൻ്റെ. പൊതുവേ ഈ നമ്മുടെ ഈ ലോ ആയിട്ടുള്ള പൈസ കുറഞ്ഞ കാറിന്, ലെസ് എക്സ്പെൻസീവ് ആയിട്ടുള്ള കാസിന്, മോർ അഫോർഡബിൾ ആയിട്ടുള്ള കാസിന് ഇത് കൊടുക്കാറുണ്ട്. ഒറ്റ കാറ്റലിസ്റ്റ് കൺവേർട്ടറിൻ്റെ കൂടെ ഒരു ഓക്സിജൻ സെൻസർ മാത്രമേ കൊടുക്കാറുള്ളൂ. ബട്ട് ഇപ്പോൾ മോഡേൺ ആയിട്ട് വരുന്ന കാസിൽ ഈ വോക്സ് വാഗൺ, അതേപോലെ തന്നെ BMW, ബെൻസ്, ഒരുവിധം കാസിലൊക്കെ ഈ ഡുവൽ ആയിട്ടുള്ള, അതിൽ മാത്രമല്ല കേട്ടോ, ഇപ്പം പുതിയ വരുന്ന ഒരുവിധം എല്ലാ കാസിലും നമ്മൾ എന്ത് യൂസ് ചെയ്യും, ഡുവൽ ആയിട്ടുള്ള ലാംഡ സെൻസർ അല്ലെങ്കിൽ O2 സെൻസർ യൂസ് ചെയ്യും, ബിഫോർ ആൻഡ് ആഫ്റ്റർ കട്ട്. അപ്പം ഈ 2 സെൻസറും യൂസ് ചെയ്തിട്ട് ECMലോട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ കാറ്റലിസ്റ്റ് കൺവേർട്ടർ കറക്റ്റായിട്ടാണോ വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കും. അല്ലെങ്കിൽ ഈ നമ്മൾ ഡാഷ്ബോർഡിൽ എൻജിൻ ലൈൻ കത്തും. അല്ലെങ്കിൽ നമുക്ക് സ്കാൻ ചെയ്യുമ്പോൾ മനസ്സിലാവും, അല്ലെങ്കിൽ സർവീസ് സെൻറ്റർ കൊടുത്ത് സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും കാറ്റലിസ്റ്റ് കൺവേർട്ടർ ഫോൾട്ട് ഉണ്ടെന്ന്. സോ ഈ O2 സെൻസറിൻ്റെ വേറൊരു യൂസ് ഉണ്ട്, ഒരു മെയിൻ യൂസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ എക്സോസ്റ്റ് ഗ്യാസിലുള്ള ഓക്സിജൻ കണ്ടൻറ്റ് ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഒരുപാട് ഫ്യൂവൽ ഇനി കൊടുക്കണോ, അല്ലെങ്കിൽ ഫ്യൂവലിൻ്റെ അളവ് കുറച്ച് മതിയോ. ഓക്കെ, ഒരുപാട് ഓക്സിജൻ കൊടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് ഓക്സിജൻ പുറത്തോട്ട് വരുന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് മനസ്സിലാക്കാം ഇച്ചിരൂടെ ഫ്യൂവൽ കൊടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പം ഓക്സിജൻ്റെ അളവ് ഭയങ്കര കുറവാണ്, ഈ കാർബണിൻ്റെ ഇതുപോലെ തന്നെ നമ്മൾ ഈ ഹൈ ഹാംഫുൾ ആയിട്ടുള്ള ഗ്യാസിൻ്റെ അളവൊക്കെ ഒരുപാട് കൂടുതലാണെങ്കിൽ അപ്പം ECU തോന്നും കുറച്ച് കൊടുത്താൽ മതി. ECUയിൽ അങ്ങനെ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ടാവുക, ഈ ഫ്യൂവലിൻ്റെ അളവ് ലേശം കുറയ്ക്കാം, അങ്ങനത്തെ ഒരു സംഭവം. അങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ട് നമ്മുടെ ഈ O2 സെൻസറിന്. ഓക്കെ, അതൊരു മെയിൻ ഫംഗ്ഷനാണ്. ദെൻ കാറ്റലിസ്റ്റ് കൺവേർട്ടറിൻ്റെ എഫിഷ്യൻസി ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യുക. ദെൻ നെക്സ്റ്റ് ആയിട്ട് മെയിൻ ടൈപ്സ് ഓഫ് കാറ്റലിസ്റ്റ് കൺവേർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ മെയിൻലി 3 ടൈപ്സാണ് വരുന്നത്. 2-way കാറ്റലിസ്റ്റ് കൺവേർട്ടർ, 3-way കാറ്റലിസ്റ്റ് കൺവേർട്ടർ, ഡീസൽ ഓക്സിഡേഷൻ കാറ്റലിസ്റ്റ്. ഓക്കെ, 3 ടൈപ്സാണ്.
ഈ ടു വേ കാറ്റലിറ്റിക് കൺവെർട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു പൊല്യൂട്ടൻസ് ഉണ്ടെന്ന്. ഓക്കെ, ടൈപ്സ് ഓഫ് പൊല്യൂട്ടൻസ് ഉണ്ടെന്ന്. അങ്ങനെ ഈ ടു വേ കാറ്റലിറ്റിക് കൺവെർട്ടർ ഈ നമ്മുടെ ഈ കാർബൺ മോണോക്സൈഡും അതേപോലെ തന്നെ ഹൈഡ്രോ കാർബണും ഇത് രണ്ടെണ്ണത്തിനും എന്ത് കുറയ്ക്കും? ഈ പൊല്യൂഷൻ കുറയ്ക്കും. ഈ രണ്ട് സംഭവത്തിൻ്റെ പൊല്യൂഷൻസാണ് നമ്മളെ ഈ ടു വേ കാറ്റലിറ്റിക് കൺവെർട്ടർ കുറയ്ക്കുന്നത്. ദെൻ ത്രീ വേ കാറ്റലിറ്റിക് കൺവെർട്ടർ എന്ന് പറഞ്ഞാൽ റെഡ്യൂസ് ദ കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രോ കാർബൺസ്, അതേപോലെ തന്നെ ഈ നൈട്രജൻ ഓക്സൈഡ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ നൈട്രജൻ ഓക്സൈഡ് ഉണ്ടെന്ന്. സോ നൈട്രജൻ ഓക്സൈഡ് ഇത് 3 കുറയ്ക്കും. ഇത് ഇച്ചിരി കൂടി എക്സ്പെൻസീവ് ആവും, ഇച്ചിരി കൂടി ഹയർ ലെവൽ ഓഫ് കാസ്റ്റിലേ ഉണ്ടാവത്തുള്ളൂ. അങ്ങനെയായിരിക്കും. ദെൻ ഡീസൽ ഓക്സിഡേഷൻ കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ മെയിൻലി യൂസ് ചെയ്യുന്നത് ഡീസൽ കാസ്. അത്രേ ഉള്ളൂ. ഡീസൽ കണ്ടാൽ ഡീസൽ കാസിലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ റെഡ്യൂസ് കാർബൺ മോണോക്സൈഡ് ആൻഡ് ഹൈഡ്രോ കാർബൺസ് ഇത് രണ്ടും കാർബൺ മോണോക്സൈഡിനും ഹൈഡ്രോ കാർബൺസിനെയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ സിംപ്ലി ഇപ്പം ഫസ്റ്റ് ആൻഡ് സെക്കൻഡിൽ നമ്മൾ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ ടു വേ എന്ന് പറഞ്ഞാൽ 2 എണ്ണം, ത്രീ വേ എന്ന് പറഞ്ഞാൽ 3 എണ്ണം. ഈ നമ്മുടെ ഈ പൊല്യൂട്ടൻസിനെയാണ് ഇത് എന്ത് ചെയ്യുന്നത്? റെഡ്യൂസ് ചെയ്യുന്നത്, ലെസ് ഹാംഫുൾ ആക്കുന്നത്. ഓക്കെ. ദെൻ ഡീസൽ എന്ന് പറഞ്ഞാൽ ഈ ഡീസൽ ഓക്സിഡേഷൻ കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡീസൽ വെഹിക്കിൾസിൽ യൂസ് ചെയ്യുന്നത്. ദെൻ നമുക്ക് അടുത്ത സംഭവത്തിലോട്ട് പോകാം. എന്താണെന്ന് വെച്ചാൽ മെയിൻ പ്രോബ്ലംസ് എഫക്റ്റ് ദി കാറ്റലിറ്റിക് കൺവെർട്ടർ. നമ്മളിപ്പം കാറ്റലിറ്റിക് കൺവെർട്ടറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. സോ നമ്മളിനി അതിൻ്റെ പ്രോബ്ലത്തെ കുറിച്ച് പഠിക്കാൻ പോകണം. നമ്മളത് പഠിക്കണമല്ലോ. മെയിനായിട്ട് ക്ലോഗിങ് വരാം. ക്ലോഗിങ് എന്ന് പറഞ്ഞാൽ ഈ പൊല്യൂട്ടൻസ് വന്ന് അടിയാം. ഈ ഹൈഡ്രോ കാർബൺസ് ഈ കാർബൺ സൂട്ട് ഉണ്ടല്ലോ, ഈ സൂട്ട് വന്ന് അടിയാം, ഈ കരി വന്ന് അടയാം സിംപ്ലി പറഞ്ഞാൽ. ദെൻ ഫിസിക്കൽ ഡാമേജ്, ഒരുപാട് കാലപ്പഴക്കം കൊണ്ട് ഫിസിക്കൽ ഡാമേജ് വരും. ഇത് കാറ്റലിറ്റിക് കൺവെർട്ടറിൻ്റെ കാറ്റലിസ്റ്റ് അതേപോലെ തന്നെ നമ്മൾ ഹണികോം സ്ട്രക്ചറൊക്കെ പൊട്ടിപ്പോവും. ഓക്കെ. പിന്നെ മെയിനായിട്ട് വരുന്നത് വെച്ചാൽ നമ്മൾ പറഞ്ഞു ഓക്സിജൻ സെൻസർ ഓർ ലാംഡ സെൻസർ പ്ലേസ് എ മേജർ റോൾ ഇൻ നമ്മളെ ഈ പൊല്യൂഷൻ റിഡക്ഷൻ. ഓക്കെ, ഇൻ ദി പ്രോസസ് ഓഫ് നമ്മളെ ഈ കാറ്റലിസ്റ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ഈ എമിഷൻ കൺട്രോളിങ്ങിൽ. ഓക്കെ. സോ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പം. ഇനി നമ്മൾ കേൾക്കാത്തൊരു സംഭവം പറയാൻ പോവാണ്, ഈ കാറ്റലിസ്റ്റ് പോയ്സണിങ്ങോ. ഓക്കെ, ഒരു സംശയം വരും, കാറ്റലിസ്റ്റ് പോയ്സൺ ആയോ? ആ സംഭവം അല്ല ഇത്. എന്താണെന്ന് വെച്ചാൽ നമ്മളെ അകത്തുള്ള കാറ്റലിസ്റ്റ് ഉണ്ടല്ലോ, പ്ലാറ്റിനം, പലേഡിയം, റോഡിയം, ഈ സംഭവത്തിലോട്ട് ഓയിൽ ഇറങ്ങുകയോ അല്ലെങ്കിൽ ചില ഈ സ്പെസിഫൈഡ് ആയിട്ടുള്ള മെറ്റൽസ് ഉണ്ട്, നമ്മളെ ഈ ലെഡ് അതേപോലെ തന്നെ വേറെ ചില മെറ്റൽസ് ഉണ്ട്. സോ ഈ മെറ്റൽസ് ആൻഡ് ഓയിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ഈ കാറ്റലിസ്റ്റിൻ്റെ പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടു പോകും. ഈ പ്ലാറ്റിനം, പലേഡിയം, റോഡിയം ഇതിൻ്റെ എന്ത് നഷ്ടപ്പെടും? ഈ കാറ്റലിസ്റ്റ് ഈ നമ്മൾക്ക് ഈ എന്ത് നടക്കാനുള്ള ലെസ് ഹാംഫുൾ ഈ എമിഷൻ കൺട്രോൾ ചെയ്യാനുള്ള ഈ പ്രോസസ്സ് നടത്താനുള്ള എഫിഷ്യൻസി കുറഞ്ഞു പോകും. സോ അതാണ് കാറ്റലിസ്റ്റ് പോയ്സണിങ് എന്ന് പറയുന്നത്. ഈ ഓയിലൊക്കെ കയറി കഴിഞ്ഞാൽ ഈ പ്രശ്നം വരാം. അതാണ് സിംപ്ലി പറഞ്ഞാൽ. നെക്സ്റ്റ് ആയിട്ട് ഇങ്ങനെ ഈ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾക്കിപ്പം നമ്മൾക്കൊരു വണ്ടി കിട്ടി. ഓക്കെ, നമുക്കൊരു വെഹിക്കിൾ കിട്ടി, അല്ല നമ്മളൊരു വെഹിക്കിൾ എടുക്കാൻ പോവുകയാണ്. സോ അതിൻ്റെ കാറ്റലിറ്റിക് കൺവെർട്ടറിൻ്റെ പ്രശ്നമുണ്ട്. അത് നമുക്ക് എങ്ങനെ അറിയാം? നമുക്ക് ഈ എന്താ പറയുക, ഓരോരോ രോഗം വരുമ്പം അതിന് സിംറ്റംസ് വരും. ഓക്കെ, സിംറ്റംസ് പറഞ്ഞാൽ ലക്ഷണങ്ങൾ കാണിക്കും. ഈ രോഗലക്ഷണം കാണിക്കും അല്ലേ? അതേപോലെ തന്നെ നമ്മളെ വെഹിക്കിളിന് ഈ സിംറ്റംസ് കാണിക്കും. ഓക്കെ, നമ്മളിപ്പം ഈ ലക്ഷണങ്ങൾ എന്താ നോക്കാൻ പോവാണ്. ഓക്കെ, നമ്മളെ കാറ്റലിറ്റിക് കൺവെർട്ടർ ഫെയിലായി കഴിഞ്ഞാൽ വെഹിക്കിൾ കാണിക്കുന്ന എന്ത് സിംറ്റംസ്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ആയിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ലോസ് ഓഫ് എൻജിൻ പവർ കുറയും. ഓക്കെ, എൻജിൻ പവർ കുറഞ്ഞെന്ന് വെച്ചിട്ട് കാറ്റലിറ്റിക് കൺവെർട്ടർ പോയെന്നല്ല അതിനർത്ഥം. വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് ചെക്ക് ചെയ്തിട്ട് ലാസ്റ്റ് കാറ്റലിറ്റിക് കൺവെർട്ടറിൽ എത്തും അത് പോയിട്ടുണ്ടെങ്കിൽ. ദെൻ റാറ്റ്ലിംഗ് നോയ്സ് ഫ്രം ദി എക്സോസൈഡ്, ഒരു കിലുക്കം കേൾക്കും. റാറ്റ്ലിംഗ് എന്ന് പറഞ്ഞാൽ കിലുക്കം, ഈ കിലുക്കത്തിൻ്റെ സൗണ്ട് കേൾക്കും നമ്മളെ എക്സോസൈഡിൽ നിന്നിട്ട്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ ഹണികോം സ്ട്രക്ചറൊക്കെ പൊടിഞ്ഞിട്ടുണ്ട്, കാറ്റലിറ്റിക് കൺവെർട്ടർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, റാറ്റ്ലിംഗ് സൗണ്ട്. അപ്പം നമുക്ക് മനസ്സിലാവും അത്യാവശ്യം ഒരു വലിയ ബില്ല് വരാനുണ്ട്. ഓക്കെ, ഇനി പൊല്യൂഷൻ ഒന്നും കിട്ടത്തില്ല, സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടത്തില്ല, എങ്ങനെ മനസ്സിലാവും? ദെൻ ഹൈ എമിഷൻ എമിഷൻ ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, തീരുമാനമായിട്ടുണ്ട്, ഇത് എമിഷനൊക്കെ നല്ല രീതിക്ക് കാണിക്കുന്നുണ്ട്. അപ്പം ആൾ പറയുന്നത് എന്താ വെച്ചാൽ അവിടുത്തെ ഈ പുക പരിശോധന കേന്ദ്രം, ഈ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെൻ്ററത്തെ ആൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ തരൂല്ല, ഇത് ഈ പൊല്യൂട്ടൻസ് ഒക്കെ ഹൈ ആണ് കാണിക്കുന്നത്, അപ്പോൾ തരാൻ പറ്റത്തില്ല എന്ന് പറയും. നിങ്ങൾ വർക്ക്ഷോപ്പ് പോയിട്ട് എന്താ വെച്ചാൽ ചെക്ക് ചെയ്തിട്ട് അത് എന്താ പറയുക നമ്മൾ സോൾവ് ചെയ്തിട്ട് വരാൻ പറയും അവർ. സോ അത്ര തന്നെയുള്ളൂ. കാറ്റലിറ്റിക് കൺവെർട്ടർ പോയി പ്രശ്നം വരും, പൊല്യൂഷൻ കിട്ടത്തില്ല. ദെൻ ചെക്ക് എഞ്ചിൻ ലൈറ്റ് വേറെ കാണിക്കുന്ന മെയിനായിട്ടൊരു കാര്യമാണ്.
ഞാൻ പറഞ്ഞു കാറ്റൽ കൺവേർട്ടർ എഫിഷ്യൻ്റ് ആണോ, അതിൻ്റെ വർക്കിംഗ് കറക്റ്റാണോ നോക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ട്, ഓട്ടോ സെൻസർ ഉണ്ട്. സോ ഓട്ടോ സെൻസർ ഇത് ചെക്ക് ചെയ്തിട്ട് പറയും കാറ്റൽ കൺവേർട്ടർ പ്രശ്നമായിട്ടുണ്ട് കേട്ടോ, ഇത് ചെക്ക് ചെയ്യണമെന്ന്. ഓക്കെ, ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. സോ ഈ ടൈം കൊണ്ട് പറയാൻ പറ്റുന്ന എല്ലാ കാര്യവും, കാറ്റൽ കൺവേർട്ടറിൻ്റെ ഒരുവിധം എല്ലാ കാര്യവും ഞാൻ കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഇറ്റ്സ് മീ ഫാഹിദ് സൈനിങ് ഓഫ്.